നമസ്കാരം. ഇന്ന് ഏപ്രിൽ 25 വ്യാഴാഴ്ചയാകുന്നു. ചന്ദ്രൻ തുലാം രാശിക്ക് ശേഷം വൃശ്ചികം രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നതായ ദിവസം. ഇന്നേ ദിവസം ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇന്ന് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പ്രതിപദ തിഥി കൂടിയാണ്. ഇന്നേ ദിവസം ചില പ്രത്യേകമായ യോഗങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. സർവാർത്ഥ സിദ്ധിയോഗം, വ്യതിപാതയോഗം, വിശാഖം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും ഇന്നേ ദിവസം തന്നെയാണ് നടക്കുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം രൂപപ്പെടുന്നതായ ശുഭകരമായ യോഗങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ രാശിക്കാർക്ക് പല മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ആ രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയമാകുന്നു. ശുഭകരമായ ദിവസം എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം സർക്കാരുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ കുടുംബജീവിതം മികച്ചതായി തീരുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം സാധിക്കും. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇന്നേ ദിവസം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ലഭിക്കുകയോ ശുഭവാർത്തകൾ തേടി എത്തുകയോ ഇന്നേ ദിവസം ജോലികൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ മാറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. സ്ഥാനക്കയറ്റം പോലുള്ള അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയോ സൂചനകളോ ലഭിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും മികച്ചതായി തീർക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾ വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. കൂടാതെ ലക്ഷ്മി ദേവിയെയും ഇന്നേ ദിവസം ആരാധിക്കുക. സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഇന്നേ ദിവസം കുങ്കുമം ദാനം ചെയ്യുവാൻ സാധിക്കുന്നു, മഞ്ഞൾ ദാനം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഫലം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസം എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും വന്നു ചേരാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കാം. ഇന്നേ ദിവസം അപൂർണമായ ജോലികൾ അല്ലെങ്കിൽ നിർത്തിവച്ചതായ ജോലികൾ പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആത്മീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായുള്ള ദിവസം തന്നെയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പുതിയ വാഹനമോ വസ്തുവോ വാങ്ങുവാനോ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്യുവാൻ സാധിക്കുന്നതായ ദിവസം. ആഗ്രഹ സാഫല്യം, അതിൽ ചിലത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആഗ്രഹ സാഫല്യം വന്നു ചേരാം. ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുകയോ അവർക്ക് മുൻപിൽ അല്പം സ്വീകാര്യത വർദ്ധിപ്പിക്കാനോ സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുകയോ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ കാര്യങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങളോ വന്നു ചേരാം. കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഏപ്രിൽ 25 ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം
ഇവരുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ ഒരു ദിവസം എന്ന് തന്നെ പറയാം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം തങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും, വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ എന്നിവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ പിന്തുണ ലഭിക്കുകയോ സഹായം ലഭിക്കുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. ഇന്നേ ദിവസം വായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരുകയോ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം കൈകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകളോ ഇന്നേ ദിവസം കൂടുതലാകുന്നു. വായ്പ എടുത്തിട്ടുണ്ട് എങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. അനുകൂലമാണ് ദിവസം. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം വളരെ ശുഭകരമായ ദിവസമാണ്. ഏപ്രിൽ 25 മകരം രാശിക്കാർക്ക് ശുഭകരവും ഫലദായകവുമാണ് എന്ന് തന്നെ പറയാം. സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പല കാര്യങ്ങളിലും അത് നിങ്ങൾ വിജയിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ, മനസ്സിന് സന്തോഷം പകരുന്ന ആ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഇന്ന് അനുകൂലമായ ഫലങ്ങൾ, കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സഹായകരമാകുന്ന പല കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മനസ്സിലേക്ക് ഇന്നേ ദിവസം പുതിയ ചില ആഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യതകൾ, പിന്തുണ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലായ സമയം കൂടിയാണ് ഇത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നതായ ദിവസമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ധനം കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പാൽപായസം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക.